നമുക്ക് ഒരു സെമി സിൽക്കിൽ വന്നിരിക്കുന്ന സാരീസാണ്. സെമി സിൽക്കിൽ വന്നിരിക്കുന്ന സാരീസിനകത്ത് ഒരു ചെറിയൊരു ക്രഷ്ഡിൻ്റെ ചെറിയൊരു ഫീല്, അതായത് ഭയങ്കര ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്ന അതേപോലെ അല്ല കേട്ടോ, ചെറിയൊരു ക്രഷ്ഡ് ഫീലും കൂടെ വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. നല്ലൊരു മെറ്റീരിയൽ, ലൈറ്റ് വെയ്റ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. 3680 ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും റേറ്റ് പറയുന്നുണ്ട്. ഫുൾ വീഡിയോയിലെല്ലാം കംപ്ലീറ്റ് റേറ്റ് പറഞ്ഞിട്ടാണ് ഇടുന്നത്. എനിക്ക് തോന്നുന്നു ചിലർ ഈ റീൽസ് കാണുമ്പം റീൽസിനകത്ത് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും പറയുന്നത് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് റേറ്റ് പറയാത്ത എന്താന്ന് വീഡിയോ ആ റീൽസിൻ്റെ താഴെ കമൻറ്റ് വരുന്നുണ്ട്. അത് റീൽസ് ആയതുകൊണ്ടാണ് അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും കിട്ടാത്തത് കേട്ടോ. കാരണം നമുക്ക് അതിനൊരു ടൈം ഷോർട്ട് ഡ്യൂറേഷൻ ഉണ്ടല്ലോ, ഇത്ര ഡ്യൂറേഷനിലാണ് നമുക്ക് റീൽസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കട്ട് ചെയ്ത് ഇടുന്നതുകൊണ്ടാണ് റേറ്റ് അതിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തത്. ഫുൾ വീഡിയോയിലെല്ലാം നമ്മൾ റേറ്റ് പറയുന്നുണ്ട്. 3680 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം നല്ല ലൈറ്റ് വെയ്റ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഓൾ ഓവർ ദ ബോഡി നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്കുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാട്ടോ, ഒരു ബേജും ക്രീമും കൂടെ ചേർന്നൊരു ഷെയ്ഡ്. അതിനകത്ത് ഓൾ ഓവർ ദ ബോഡിയിൽ ഇതേപോലെയുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഫുൾ ബോഡി ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ബോർഡേഴ്സ് കണ്ടോ, അത് ഇങ്ങനെ ഒരു സ്കാലപ്പ് ഫിനിഷിൽ, അതിനകത്തും ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്ത് ഇങ്ങനെ ഒരു സ്കാലപ്പ് ഫിനിഷിലാണ് അത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സാരീസ് ആട്ടോ, നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ, നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. 1 ലെയർ ഇടേണ്ടവർക്ക് 1 ലെയർ ഇടാം, പ്ലീറ്റ് ചെയ്തിടേണ്ടവർക്ക് പ്ലീറ്റ് ചെയ്തിടാം. ഇതൊന്നും ഒട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാരീസ് അല്ല, ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടോ, ഞാനൊരു ഇതേപോലെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ. ഒരു ചെറിയ ഒരു ഇതും കൂടെ ഇങ്ങനെ കാണിക്കാം. ഇങ്ങനെയാണ് ചെറിയൊരു ക്രഷ്ഡ് എന്ന് പറഞ്ഞാൽ, അതേപോലെ ചെറുതായിട്ടൊരു ക്രഷ്ഡ് ഫീൽ ഇതിനകത്ത് വരും. പക്ഷെ നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ. സാരി നമ്പർ 1 ഇതാണ്. ഇതിൻ്റെ എംബ്രോയിഡറി വർക്ക് വരുന്നത് അതും നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡിലാണ് അതിൻ്റെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് ഓൾ ഓവർ ദ ബോഡി. പിന്നെ നമ്മൾ പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ എല്ലാ എംബ്രോയിഡറി സാരിയിൽ വരുന്ന പോലെ ഇതേപോലെ ലോവർ പോർഷനിലാണ് വർക്ക് വരുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് സാരി ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം, അടുത്ത സാരി മുതൽ കളർ കാണിച്ചു പോവാം. അതിൻ്റെ എല്ലാം ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും ഈ ഒരു എംബ്രോയിഡറി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്റ്റെം ആൻഡ് ഫ്ലവർ ഡിസൈനിൽ ഇങ്ങനെ ഒരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. അപ്പം ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും ആ ഒരു വർക്ക് വരും. ബ്യൂട്ടിഫുൾ സാരീസാണ്, നമുക്ക് ഏത് ഒക്കേഷനും ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് സാരീസ്. സാരി നമ്പർ 1. അപ്പോൾ ഇതിനകത്തൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. 3680 ഇതിൻ്റെ റേറ്റ് വരുന്നത്. റീൽസ് കാണുന്നവർ നമ്മുടെ ഫുൾ വീഡിയോ കാണാനായിട്ട് ട്രൈ ചെയ്യുക. നമ്മുടെ ചാനലിൽ ഫുൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് റീൽസിൽ റേറ്റ് ഉണ്ടാവില്ല, ഫുൾ വീഡിയോയിൽ എല്ലാത്തിലും റേറ്റ് പറയുന്നുണ്ട് കേട്ടോ. അടുത്ത് വരുന്ന നല്ലൊരു വൈൻ മെറൂൺ ഷെയ്ഡിലേക്ക് വരുന്ന സാരി. ഇതേപോലെയാണ് ഒരു വൈൻ മെറൂൺ ഷെയ്ഡിലേക്ക് വരുന്ന സാരി. സെയിം പാറ്റേൺ. സാരി നമ്പർ 2. ഇതിനകത്തൊരു ഗ്രീനിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോണിലാണ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. പിന്നെ സെൽഫ് ടോണും അതിൻ്റെ അല്പം കൂടെ ലൈറ്ററായിട്ടുള്ള ടോണും ഒക്കെ അങ്ങോട്ട് മിക്സ് ചെയ്ത്. അപ്പോൾ 1 ലെയർ ഇട്ടാലും നല്ല ഭംഗിയാണ്, നമുക്ക് പ്ലീറ്റ് ചെയ്തിട്ടാലും നല്ല ഭംഗിയായിരിക്കും. സാരി നമ്പർ 2. സാരി നമ്പർ 3 വരുമ്പോൾ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ, ബ്യൂട്ടിഫുൾ ഒരു ഗ്രീൻ. സാരി നമ്പർ 3. അതിൻ്റെ വർക്കിൻ്റെ ക്ലോസർ വ്യൂ ആണ് ഒന്ന് കാണിച്ച് കളറ്. സാരി നമ്പർ 3 ഇങ്ങനെയാണ് അതിനകത്ത് വർക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ദേശി ടസറിൻ്റെയൊക്കെ സാരീസ് എംബ്രോയിഡറി വർക്ക് ചെയ്ത് വരുന്ന അതേ പാറ്റേൺ ആട്ടോ. അപ്പോൾ നമുക്കൊരു ഉടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിച്ച് ലുക്കിൽ നിൽക്കാൻ പറ്റും. പർപ്പിൾ ഷെയ്ഡിൽ ഇതേപോലെയാണ് അതിനകത്ത് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. സാരി നമ്പർ 4. 3680. സാരി നമ്പർ 5. അതിനകത്ത് വരുമ്പോൾ വൈറ്റിൽ ഇതേപോലെ ഒരു ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോണിലേക്ക് വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്ക്. സാരി നമ്പർ 5 പ്യുവർ വൈറ്റ് ആണ്. സാരി നമ്പർ 6
ഇതും ഒരു ബേജ് ക്രീം ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോൺ. അതിനകത്ത് ഇതേപോലെയാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. സാരി നമ്പർ 6. സാരി നമ്പർ 7. 7 വരുമ്പോൾ ഒരു ബ്രൗൺ പർപ്പിൾ ചേർന്ന ഒരു ഷെയ്ഡ്. സാരി നമ്പർ 7. ഒരു പർപ്പിൾ ബ്രൗൺ ചേർന്ന ഒരു ഷെയ്ഡ്. സാരി നമ്പർ 7. സാരി നമ്പർ 8 ബ്ലാക്ക്. ബ്ലാക്കിൽ കണ്ടോ ഇതേപോലെ ഒരു ലൈറ്റ് പിങ്ക് ആൻഡ് ഒരു മെറൂൺ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന എംബ്രോയ്ഡറി. സാരി നമ്പർ 8. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ്. ഉടുക്കാനും നല്ല കംഫർട്ടബിൾ ആണ്. സാരി നമ്പർ 9. 9 വരുമ്പോൾ വൈറ്റിൽ ഇതേപോലെ ഒരു ഗ്രീനിഷ് ടോണിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി. സാരി നമ്പർ 9 പ്യുവർ വൈറ്റ്. സാരി നമ്പർ 10 പിങ്ക്. നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക്. അതായത് അല്പം ഒരു ഇങ്ങനെ ഒരു ലാവൻഡറും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു പിങ്ക് ഇല്ലേ, അങ്ങനത്തെ ഒരു പിങ്ക് ആട്ടോ. സാരി നമ്പർ 10. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദേശി ടസറിലൊക്കെ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന അതേ പാറ്റേണിൽ ഈ നമുക്കൊരു സെമി സിൽക്കിൽ, അതായത് ഒരു ടസർ ഫീൽഡിൽ വന്നിരിക്കുന്ന അതേ മെറ്റീരിയലിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസാണ്. ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.